KSRTCക്ക് ഇതുപോലുള്ള ജീവനക്കാരെയാണ് ആവശ്യമെന്നാണ് എൻ്റെ അഭിപ്രായം. ആത്മാർത്ഥമായിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു കണ്ടക്ടറാണ് പുള്ളി എന്നേ എനിക്ക് അഭിപ്രായം പറയാനുള്ളൂ. കണ്ടക്ടറുടെ പേരറിയാമോ? രുദ്രദാസ് എന്നാണ് പേര്. പരാതിയൊന്നുമല്ല, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. KSRTC ജീവനക്കാരിൽ ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും കാര്യക്ഷമത ഇല്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലാത്ത ആളുകളാണ് എന്ന് പലപ്പോഴും പലരും വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു KSRTC കണ്ടക്ടറുടെ ഉത്തരവാദിത്ത കൂടുതൽ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട ഒരു യാത്രക്കാരനാണ് എനിക്കൊപ്പം ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് ബാബു എന്നാണ്. പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് സ്വദേശിയാണ്. ഇദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. ഇപ്പോൾ KSRTCയിൽ യാത്ര ചെയ്യുന്നതിനായി ഒരു ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടത്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് രാജേഷ് ചേട്ടൻ തന്നെ പറയും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ സംഭവിച്ചത്? എനിക്ക് ഒരു 4 ദിവസത്തെ ക്ലാസ് MG യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു കോട്ടയത്ത്. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ KSRTC ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ കൺഫേം ആയിട്ട് സീറ്റ് കിട്ടി ഇരുന്ന് പോകാനുള്ള സൗകര്യത്തിന് നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ്, അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. തിരുവല്ലയിൽ നിന്ന് 8:10 ബസ് പുറപ്പെടുന്ന സമയം. ഇങ്ങനെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു കോട്ടയത്തേക്ക്. രാവിലെ നല്ല ഉറക്കത്തിലാണ്, ഒരു 4:36 സമയം. അപ്പം ഒരു കോൾ വന്നപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും അപകടങ്ങളോ വല്ലതും വാർത്താ സംബന്ധമായ എന്തെങ്കിലും ഇൻഫോം ചെയ്യാൻ വിളിക്കുന്നതാണെന്ന് കരുതി ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് കോട്ടയത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ KSRTCയിൽ. ഞാൻ പറഞ്ഞുണ്ട്. അപ്പം 5:20 ആകുമ്പോൾ ബസ് വരും, അകത്തെ കയറണം, സ്റ്റാൻഡിലുണ്ടാവണമെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ ഉറക്കത്തിലായതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു സംശയം, ഞാൻ 8:10 ടിക്കറ്റാണല്ലോ ബുക്ക് ചെയ്തിരിക്കുന്ന വണ്ടിക്ക്. അപ്പം പുള്ളി ഫോൺ കട്ട് ചെയ്തു. ഞാൻ എനിക്ക് അബദ്ധം പറ്റിയതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത ആപ്പിൽ ഞാൻ കയറി നോക്കി കഴിഞ്ഞപ്പോൾ കൃത്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 8:10 തന്നെ തിരുവല്ലയിൽ വരുന്ന ബസ്സിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും കിടന്നു. ഉറക്കം പോയെങ്കിലും വീണ്ടും വന്ന് കിടന്നു. ഉറക്കം വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5:20 ആയപ്പോൾ വീണ്ടും പുള്ളി വിളിക്കുകയാണ്. വണ്ടി തമ്പാനൂരിലെത്തി, എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തിരുവല്ലയിൽ നിന്നല്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു. ആണോ എന്ന് പറഞ്ഞ് പുള്ളി ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ കിടന്നു. ഉറക്കമൊന്നും വന്നില്ല. പിന്നെ ഉണർന്ന് തന്നെ കിടക്കുമായിരുന്നു. അങ്ങനെ രാവിലെ പോകാൻ വേണ്ടിയിട്ട് പതുക്കെ എണീറ്റ് കാപ്പിയൊക്കെ കുടിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വിളിക്കുന്നു. അടൂർ കഴിഞ്ഞപ്പോൾ അടൂരെത്തി. ബസ് പുറപ്പെടുന്നതിന് 15 മിനിറ്റ് മുമ്പ് ബസ് സ്റ്റാൻഡിൽ വരണം. ഞാൻ പറഞ്ഞു എനിക്ക് 10 മിനിറ്റ് വേണ്ട, ഇല്ല 15 മിനിറ്റ് എനിക്ക് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ എത്താൻ പറ്റും. വീട്ടിൽ നിന്ന് അടുത്താണ്, അധികം ദൂരമില്ല, 12 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. അപ്പം പുള്ളി പറഞ്ഞു അല്ല സമയത്ത് അവിടെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു താമസിക്കേണ്ട, വണ്ടി കൃത്യസമയത്ത് വരുന്നതാണല്ലോ എന്ന് കരുതി നേരത്തെ തന്നെ ചെന്നു. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും 8:03 ആകുമ്പോൾ വീണ്ടും ഒരു കോള് വരികയാണ്. വണ്ടി കല്ലിശ്ശേരി കഴിഞ്ഞു, ചെങ്ങന്നൂര് കഴിഞ്ഞുള്ള കല്ലിശ്ശേരി കഴിഞ്ഞു, അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിലുണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് ബസ് വന്നു. 8:13 ആയപ്പോഴാണ് ബസ് വന്ന്. ഞാൻ ബസ്സിൽ കയറിയപ്പോൾ കണ്ടക്ടർ ബാക്കിലെ ഡോറിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ പുള്ളി വീണ്ടും എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കൈ കാണിച്ചു, ഇങ്ങനെ ഞാനിവിടെ ഉണ്ട്, ഇവിടെ ആ സീറ്റെന്നോ. അപ്പോൾ പുള്ളി ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വണ്ടി അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ബാക്കിൽ നിന്ന് പുള്ളി ടിക്കറ്റ് കൊടുത്ത് വരാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും എനിക്കൊരു കോൾ വരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പുള്ളിയുടെ തന്നെ കോളാണ്. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കി. ഞാനതിന് പുള്ളി ചോദിച്ചു എന്തിനാണ് ഈ വിളിക്കുന്നതെന്ന് ചോദിച്ചു. എന്നാൽ പുള്ളി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പോക്കറ്റിൽ കിടന്ന് അറിയാതെ വീണ്ടും ഒരു കോൾ വന്നതാണ്. ഇത് ഞാൻ കോട്ടയത്ത് നമ്മുടെ ഓഫീസിലെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പം ഒരു തമാശയാണെങ്കിൽ ഒരു വാർത്തയ്ക്കുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, KSRTCയുടെ ഒരു കാര്യക്ഷമത എന്താണെന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കുക ജനങ്ങൾക്ക് എന്നുള്ള രീതിയിൽ പരാതിയോ സംഭവമല്ല. പുള്ളിക്കെതിരെ നമുക്ക് വെളുപ്പിനെ എണീപ്പിച്ചതിലുള്ളൊരു ചെറിയ സങ്കടവും ഇത് അമർഷമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പരാതി കൊടുക്കാനൊന്നും പോയില്ല. ഒരു കൗതുകരമായ ഒരു വാർത്ത കൊടുത്താണ് ഇതിന്. പക്ഷേ ഇതൊരു പോസിറ്റീവ് സ്റ്റോറിയാണ്. കാര്യം KSRTCയിലെ ജീവനക്കാരെ പൊതുവെ ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വിമർശിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനിടയിൽ ഇങ്ങനെയും ആളുകളുണ്ട്, ഇത്രത്തോളം ഉത്തരവാദിത്വം ജോലിയോടുള്ള ആളുകളുണ്ട് എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ്. ഉറപ്പായിട്ടും സാധാരണഗതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് യാത്രക്കാർ നോക്കി ബസ് സ്റ്റാൻഡിൽ വണ്ടി ഇല്ലേ ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയിട്ട് ഇവരെ വിളിക്കുന്ന കണ്ടിട്ട് ഞങ്ങളിപ്പോൾ വരാൻ നോക്കാം 5-8 മിനിറ്റൊക്കെ താമസിച്ച് വണ്ടി ആളിനെ വെയിറ്റ് ചെയ്ത് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവം ഒഴിവാക്കാൻ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് പരാതിയില്ല, ഒന്നുമില്ല. പുള്ളി ചെയ്ത നല്ല കാര്യമാണ്. ഇതിനോട് ആത്മാർത്ഥമായിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു കണ്ടക്ടറാണ് പുള്ളി എന്നേ എനിക്ക് അഭിപ്രായം പറയാനുള്ളൂ. ഇത് നെയ്യാറ്റിൻകര ഡിപ്പോയിലെ വണ്ടിയാണ്. കണ്ടക്ടറുടെ പേരറിയാമോ? രുദ്രദാസ് എന്നാണ് പേര്. അതെ. അപ്പോൾ എന്താണെങ്കിലും KSRTC സംബന്ധിച്ച് ഒരു മുതൽക്കൂട്ടായ ഒരു ജോലിക്കാരനല്ലേ? അതെ, തീർച്ചയായിട്ടും പരാതിയൊന്നുമല്ല. നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്ക് അഭിമാനിക്കാം, പ്രശ്നമൊന്നുമില്ല. പുള്ളി ഭംഗിയായിട്ട് വർക്ക് ചെയ്യട്ടെ, ജോലി ചെയ്യട്ടെ. KSRTCക്ക് ഇതുപോലുള്ള ജീവനക്കാരെയാണ് ആവശ്യമെന്നാണ് എൻ്റെ അഭിപ്രായം. തിരുവല്ലയിൽ നിന്നാണ് കയറുന്നതെന്ന് അറിയിച്ചെങ്കിലും അതിനുശേഷം വീണ്ടും 3 തവണ വിളിച്ചു. തീർച്ചയായിട്ടും ചെങ്ങന്നൂരെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സേ കയറി കഴിഞ്ഞിട്ട് വിളിച്ചു. അതാണ് അടുത്തത്.
പുള്ളി അപ്പം എനിക്കൊന്ന് വേറെ അധികം ടിക്കറ്റ് ബുക്കിംഗ് ഉള്ള വണ്ടി ആയിരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കും പുള്ളി ഈ ആള് കയറിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയും പിന്നെ കൃത്യസമയത്ത് ഓടാനും വേണ്ടിയിട്ടായിരിക്കും പുള്ളി പറഞ്ഞ ഈ ശ്രമങ്ങളൊക്കെ നടത്തിയത്. നല്ല കാര്യം തന്നെ. ഇങ്ങനെ ഒരു അനുഭവം എന്താണല്ലോ ആദ്യമായിട്ടാ. തീർച്ചയായിട്ടും ബുക്ക് ചെയ്തിട്ട് വണ്ടി ലേറ്റ് ആയിട്ടുണ്ട്. ലേറ്റായി വരുന്നപ്പം ചില ദൂരെ നമ്മൾ തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ പോകാനാണെങ്കിൽ, പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് വരുന്ന വണ്ടികൾ സാധാരണഗതിയിൽ 1 മണിക്കൂർ വരെയൊക്കെ ലേറ്റായി വരാറുണ്ട്. അതിനൊക്കെ അപവാദമാണ്. ഇത് കൃത്യസമയത്ത് വന്നു, നമ്മളെ കൂടുതൽ കരുതി, നമ്മളെ വിളിച്ച് ഇവരുടെ ചലോ ആപ്പിൽ നമുക്ക് വണ്ടി വരുന്ന സമയം എവിടെ ആയി എന്നുള്ളതൊക്കെ അറിയാമെങ്കിൽ പോലും പുള്ളി കൃത്യമായിട്ടത് വിളിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിയോടുള്ള സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുന്നു, കരുതലിന്. എന്താണെങ്കിലും KSRTC ജീവനക്കാരെ കുറിച്ച് പലപ്പോഴും വിമർശനങ്ങളൊക്കെ ഉയരാറുണ്ട്, ഇല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലായ്മ കാണിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും വിമർശിക്കാറുണ്ട്. എന്നാൽ അതിനിടയിൽ എപ്പോഴും അത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ വാർത്തകളാകുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പോസിറ്റീവ് കാര്യങ്ങൾ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചെറിയ സംഭവം, രസകരമായ ഒരു സംഭവം വാർത്തയാക്കിയത്. നെയ്യാറ്റിൻകര ഡിപ്പോയിലെ രുദ്രദാസ് എന്ന കണ്ടക്ടറാണ് ഇത്തരത്തിൽ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ജോലി ചെയ്യുന്നത്. ഈ യാത്രക്കാരനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിന്, ആ ജോലിയോടുള്ള ഉത്തരവാദിത്വത്തിനെ അഭിനന്ദിക്കുന്നു എന്നാണ് യാത്രക്കാരനും പറയാനുള്ളത്. പത്തനംതിട്ട പുല്ലാട് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.